എല്ലാ ബെദലഹം TV പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശാപവാക്കുകൾ ജീവിതം തകർക്കുമോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും സംസാരിക്കുന്ന ചില ശാപവാക്കുകളുണ്ട്. ഈ വാക്കുകൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുക എന്നതാണ് ഇന്നത്തെ വിഷയം. ഈ തകർക്കുന്ന വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ദൈവം മനുഷ്യന് നൽകുന്ന മഹത്വമുള്ള പദവികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മനുഷ്യന്റെ പദവികൾ. ഈ പദവികളെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ അത് മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. എല്ലാ മനുഷ്യർക്കും ജാതി മത ഭേദമന്യേ ദൈവം കൊടുക്കുന്ന പദവികളെ പറ്റിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴുതുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം സൃഷ്ടിച്ച സകലത്തിന്മേലും ആധിപത്യം ദൈവത്തിന് മാത്രമുള്ളതാണ്. ഈ ആധിപത്യം ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം മനുഷ്യനെ എത്ര മഹത്വമുള്ളവനായി കരുതുന്നു, അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ കരുതുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. അതായത് ദൈവം എപ്രകാരമാണോ അപ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ വളരെ മഹത്വമുള്ളവനായി കാണുന്നു. സങ്കീർത്തനം 8:5. എന്നിട്ടും അവിടുന്ന് അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. ഇവിടെ ദേവദൂതന്മാരെക്കാൾ എന്നതിനെ ഹീബ്രു മൂലത്തിൽ കൊടുക്കുന്ന വാക്ക് എലോഹിം എന്നാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവത്തിന് ഉപയോഗിക്കുന്ന പദം എലോഹിമാണ്. അതേ പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവം മനുഷ്യനെ അല്പം മാത്രം താഴ്ത്തി എന്നാണ് ദൈവം പറയുന്നത്. സങ്കീർത്തനം 82:6. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. അതായത് ദൈവത്തിന്റെ മക്കളാണ് ഓരോ മനുഷ്യനും. അത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലല്ല. എല്ലാ മനുഷ്യരെയും ദൈവം തൻ്റെ മക്കളായി കാണുന്നു. ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് അവരെല്ലാം ദൈവവുമാണ്. ഇനിയും സങ്കീർത്തനം 139:13 ഇപ്രകാരം പറയുന്നു, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങനെ വിസ്മരണീയമായി സൃഷ്ടിച്ചു, അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഇവിടെ അങ്ങനെ വിസ്മരണീയമായി സൃഷ്ടിച്ചു എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഐ ആം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. അതായത് ഇവിടെ ഫിയർഫുള്ളി എന്ന് പറയുമ്പോൾ ഒരു ഭീകരനായി സൃഷ്ടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ആദരവ് കിട്ടുന്നവനായി ബഹുമാന്യനായി സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ ഒരു അത്ഭുതകരമായ സൃഷ്ടിയാണ് ആക്കിയിരിക്കുന്നത്. മറ്റേതെങ്കിലും സൃഷ്ടിയെ പോലെ, മറ്റേതെങ്കിലും ജീവിയെ പോലെ, മറ്റേതെങ്കിലും ഇഴജന്തുക്കളെ പോലെ ഒരു ജീവിയല്ല മനുഷ്യൻ. അവൻ അത്ഭുതകരമായ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവം അങ്ങനെയാണ് നമ്മളെ കാണുന്നത്. വീണ്ടും ജെറമ്യായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഇവിടെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറയുന്നതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ കോൺസെക്രേറ്റഡ് യു എന്നാണ്. കാദഷ് എന്ന ഹീബ്രു വാക്കാണ്. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ ഓരോരുത്തരെയും തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ദൈവത്തെ പോലെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവസന്നിധിയിൽ ഓരോ മനുഷ്യനും ദൈവവുമായി അഭേദ്യമായി ബന്ധമുള്ള വ്യക്തിയാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ 800 കോടി ജനങ്ങളിൽ ഒരു എണ്ണം എന്നുള്ള നിലയിലല്ല ദൈവം മനുഷ്യനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് ഉന്നതനായി കാണുന്നവനും നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് വളരെ താഴെയുള്ളവനായി കാണുന്നവനും ദൈവസന്നിധിയിൽ വലിയവർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നിസ്സാരമായ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾ A+ കിട്ടിയവനും എല്ലാ വിഷയത്തിൽ പരാജയപ്പെട്ടവനും ദൈവസന്നിധിയിൽ വലിയവരാണ്. രണ്ടുപേർക്കും ഈ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള വഴികൾ ദൈവം തുറക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനിയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യഹൂദർ. ആ യഹൂദന്റെ പദവികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യഹൂദന്റെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹത്തെ ദൈവം വിളിച്ചതു മുതലാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രാഹത്തിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ തന്നെ പറയുന്നത് അവനൊരു മഹത്വമാണ്, അനുഗ്രഹമാണെന്നാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും, ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. അപ്പം മഹത്വമുള്ള പിതാവ്, എക്സാൾട്ടഡ് ഫാദർ എന്നാണ് അബ്രാഹാം എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 15-16 വാക്യങ്ങൾ.
അവളുടെ പേര് സാറ എന്നായിരിക്കും. അവൾ ജനതകളുടെ മാതാവായിരിക്കും. സാറ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം രാജകുമാരി എന്നാണ്. അവളിലൂടെ അനേകം ജനതകൾ ഉണ്ടാകുമെന്നാണ് ദൈവം പറയുന്നത്. ഇനി ഉൽപ്പത്തി പുസ്തകം 32 28 വാക്യം, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. ഇന്നും ലോകത്തിലെ വളരെ ചെറിയ ഒരു ജനസംഖ്യയാണെങ്കിലും അജയ്യരായി യഹൂദർ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ വാഗ്ദാനമാണ്. അവർ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് വിജയിച്ചവരാണ്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പുറപ്പാട് പുസ്തകം 6 വാക്യം, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഞാൻ നീ ബന്ധമാണ്. ദൈവം മനുഷ്യനെ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് സ്വന്തമായ ജനം എപ്പോഴും വിജയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. യേശയ്യാ പ്രവാചക പുസ്തകം 43:1, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കുന്നത് മാതാപിതാക്കളാണ്. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ്. യേശയ്യാ പ്രവാചക പുസ്തകം 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. അപ്പോൾ ഇത്രമാത്രം മഹത്വമുള്ള പദവികളാണ് ദൈവം മനുഷ്യന് നൽകുന്നത്. ഇനിയും യെരമ്യായുടെ പുസ്തകം 31 വാക്യം, എഫ്രൈം എൻ്റെ വത്സലപുത്രൻ്റെ എൻ്റെ ഓമനക്കുട്ടൻ. അപ്പോൾ ഇങ്ങനെ ദൈവം നമ്മളെ തന്നോട് വളരെ സ്നേഹത്തോടും വളരെ ഉന്നതമായ പദവികളോടും കൂടിയാണ് ചേർത്ത് പിടിക്കുന്നത്. ഈ ക്രിസ്ത്യാനികളുടെ പദവികളെ പറ്റി നമുക്ക് നോക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായിയുടെ സുവിശേഷം 5-14 വാക്യം, ലോകത്തിൻ്റെ പ്രകാശം ഞാനാണെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമെന്നവനാണ് ക്രിസ്ത്യാനി. കാരണം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം. ഇവിടെ കഴിവ് നൽകി എന്നുള്ളതിൻ്റെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് എക്സൂസിയ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം അതോറിറ്റി, അധികാരം. ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചവരാണ് ക്രിസ്ത്യാനികൾ. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15 വാക്യം. ഇനിമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തുല്യരാണ്, സ്നേഹിതരാണ്. ദൈവ യജമാനും ഞാൻ ദാസനും എന്നുള്ള ഒരു നിലപാടല്ല ഒരു ക്രിസ്ത്യാനിക്കുള്ളത്. ഇനിയും ലൂക്കാന്റെ സുവിശേഷം 10-19 വാക്യം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. യോഹന്നാന്റെ 1 ലേഖനം 4-13 വാക്യം, ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള, ഒരു ക്രിസ്ത്യാനിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഇവിടെ ദൈവം പ്രസ്താവിക്കുന്നത്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. 1 പത്രോസ് 2:9. ഇപ്രകാരം നിരവധിയായ ഉന്നതമായ പദവികളിലൂടെയാണ് ദൈവം നമ്മളെ സംബോധന ചെയ്യുന്നതും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതും ഈ ഉന്നതമായ പദവിയിൽ തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ദൈവമക്കളുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം എന്നൊന്ന് പരിശോധിക്കാം. നമ്മൾ ഇതുവരെ കണ്ടു, മനുഷ്യൻ എന്നുള്ള നിലയിൽ, യഹൂദൻ എന്ന നിലയിൽ, ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ദൈവമക്കൾ എപ്രകാരം പ്രാർത്ഥിക്കാം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വിവാഹ വിരുന്നിൻ്റെ ഉപമയിലൂടെ കാണാം. മത്തായിയുടെ സുവിശേഷം 22 വാക്യം, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് രാജാവ് തൻ്റെ ഭൃത്യന്മാരെ വിട്ട് വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. അവരാരും വിവാഹ വിരുന്നിന് വരാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ പിന്നെ രാജാവ് ഭൃത്യന്മാരോട് പറയും, നിങ്ങൾ തെരുവിൽ പോയി കാണുന്നവരൊക്കെ വിളിക്കാൻ പറയും. തുടർന്ന് 10 വാക്യം മുതൽ നമുക്ക് കാണാം, ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിവാഹവസ്ത്രം എന്നുള്ളത് രാജാവ് വിവാഹത്തിൽ പങ്കെടുത്തവർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ്. സാധാരണഗതിയിൽ രാജ്യത്തെ ഒരു സാധാരണ പൗരന് രാജകീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ അവകാശമില്ല, അനുവാദവുമില്ല. എന്നാൽ ഇവിടെ രാജാവ് നിരത്തിൽ കണ്ടവരെ എല്ലാം വിളിക്കുകയാണ്. അപ്പം അവർ പല പ്രാകൃത വേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അവർക്ക് രാജവിരുന്നിൽ പങ്കെടുക്കുവാൻ രാജകീയമായ ഒരു സ്ഥാനം തൽക്കാലത്തേക്ക് കൊടുക്കുന്നതിൻ്റെ അടയാളമാണ് വിവാഹവസ്ത്രം. ഈ വചനഭാഗം വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്ന 2 സംശയങ്ങളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, രാജാവ് എന്തുകൊണ്ട് ദുഷ്ടരെ പുറത്താക്കിയില്ല? 2,
വിവാഹ വസ്ത്രമില്ലാത്തവനെ എന്തുകൊണ്ട് നരകശിക്ഷയ്ക്ക് വിധിച്ചു? ഒന്നാമത്തെ കാര്യം, ദുഷ്ടരും ശിഷ്ടരും വിവാഹ വിരുന്നിന് വന്നതിൽ വിവാഹ വസ്ത്രം സ്വീകരിച്ചവരെല്ലാം രാജാവ് നൽകിയ പദവി സ്വീകരിച്ചു. രാജാവിൻ്റെ പദവി സ്വീകരിച്ചവർ രാജാവിനോട് വിധേയത്വം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ദുഷ്ടരായിരുന്നവർ എല്ലാം മിത്രങ്ങളായി മാറി. അതുകൊണ്ടാണ് ദുഷ്ടരെ പുറത്താക്കാഞ്ഞത്. 2, വിവാഹ വസ്ത്രം ഇല്ലാത്തവനെ എന്തുകൊണ്ട് നരകശിക്ഷയ്ക്ക് വിധിച്ചു? അവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോരായിരുന്നു. നരകശിക്ഷയ്ക്ക് വിധിക്കുവാൻ കാരണം, രാജാവിൻ്റെ പദവി സ്വീകരിക്കാത്തവൻ രാജാവിനോട് വിധേയത്വമില്ലാത്തവനാണ്. ആ വിധേയത്വമില്ലാത്തവൻ വിവാഹ വിരുന്നിന് ഉള്ളിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അവൻ ആ ഉള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇത് ഒരു അതിക്രമിച്ച് പ്രവേശിച്ച പരിപാടിയായി. മാത്രമല്ല, അവൻ രാജാവിൻ്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അവൻ രാജാവിനോട് വിധേയപ്പെടുവാൻ തയ്യാറല്ല. അപ്പം അങ്ങനെയുള്ള ഒരുവനെ രാജ്യത്ത് ജീവിക്കാൻ അനുവാദമില്ല. അവനെ ജയിലിൽ അടയ്ക്കപ്പെടും. ഇവിടെ നമ്മൾ സ്വർഗരാജ്യത്തെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. ദൈവരാജ്യത്തിൽ ദൈവമാണ് രാജാവ്. പ്രാർത്ഥിക്കുവാൻ ചെല്ലുന്ന ഓരോ വ്യക്തിയും വിവാഹ വിരുന്നിന് ചെല്ലുന്നവരാണ്. വിരുന്നുശാല സ്വർഗമാണ്, വിരുന്ന് അനുഗ്രഹങ്ങളാണ്. അപ്പം അവിടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ദൈവവുമായിട്ടുള്ള സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ രാജാവിനോട് വിധേയത്വം ഉണ്ടായിരിക്കണം, ദൈവത്തോട് വിധേയത്വം ഉണ്ടാകണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവികൾ നമ്മൾ അംഗീകരിക്കണം. ഈ പദവികൾ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ദൈവത്തെ അംഗീകരിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ദൈവമക്കളാണെന്ന്. ദൈവമക്കളാണെങ്കിൽ രാജാവായ ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാം രാജകുമാരന്മാരും രാജകുമാരികളുമാണ്. ഒരു രാജകുമാരനോ രാജകുമാരിയോ ഒരു രാജകീയ വിരുന്നിൽ രാജകീയ വേഷമില്ലാതെ അവിടെ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? രാജാവ് കണിശമായിട്ടും തൻ്റെ ഭൃത്യന്മാരോട് പറയും, ഇവരെ പുറത്താക്കാൻ പറയും, അവരെ ജയിലിലടയ്ക്കാൻ പറയും. കാരണം രാജാവിൻ്റെ ഉന്നത സ്ഥാനത്തിന് സ്വന്തം മക്കൾ കളങ്കം വരുത്തുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹത്വമുള്ള പദവികൾ ഉപയോഗിച്ച് വേണം ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുവാൻ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം ആഴപ്പെടുകയും ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒന്നാമത്തെ കൽപ്പന അനുസരിക്കുന്നവരാകും. മർക്കോസിന്റെ സുവിശേഷം 12:29 യേശു പ്രതിപിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കണിശമായിട്ടും ദൈവം നമുക്ക് തന്ന ആ ഉന്നതമായ പദവികളോടുകൂടി തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കും. ദൈവത്തിൽ നിന്നുള്ള കൃപകളും അനുഗ്രഹങ്ങളും നമ്മൾ സ്വീകരിക്കും. ഇതിന് വിപരീതമായിട്ടുള്ള പദവികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെയുള്ള ഏതാനും പദവികൾ നമുക്ക് നോക്കാം. പാപി, ബലഹീനൻ, അയോഗ്യൻ, നീച മനുഷ്യൻ, നന്ദിഹീനൻ, ഹവ്വായുടെ മക്കൾ, നെടുവേർപ്പെടുന്നവർ, അലഞ്ഞു നടക്കുന്നവർ, പുറന്തള്ളപ്പെട്ടവർ. ഈ പദവികളൊക്കെ നമ്മുടെ തകർച്ചയിലേക്ക് നമ്മൾ നോക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ പാപാവസ്ഥയിൽ നമ്മളിലേക്ക് നോക്കുന്നത് പശ്ചാത്താപവും മാനസാന്തരവും ഉളവാക്കിയില്ല. നമ്മുടെ തകർച്ചയിലും നമ്മുടെ പാപാവസ്ഥയിലും നമ്മൾ ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം ഉണ്ടാകുക. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തത്. ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ അകന്നാൽ അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാകും, പാപമാകും. ബാക്കി 9 കൽപ്പനകളും അറിഞ്ഞ് ലംഘിച്ചാൽ മാത്രമേ പാപമാകുകയുള്ളൂ. എന്നാൽ ഒന്നാം കൽപ്പന അറിഞ്ഞുകൊണ്ട് ലംഘിച്ചാലും അറിയാതെ ലംഘിച്ചാലും വലിയ പാപമാണ്. വാസ്തവത്തിൽ ഒന്നാം കൽപ്പനയുടെ ലംഘനമാണ് പാപം. മറ്റതെല്ലാം പാപപ്രവർത്തികളാണ്. കാരണം പാപാവസ്ഥയിൽ കഴിയുന്ന പ്രവർത്തികളാണ് മോഷണവും കൊലപാതകവും വ്യഭിചാരവുമെല്ലാം. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് തന്ന പദവികൾ ഉപയോഗിച്ച് വേണം സന്നിഹിതനാകുവാൻ, പ്രാർത്ഥിക്കുവാൻ. അതിന് എതിരായിട്ടുള്ള പദവികൾ, അത് എളിമയുടെ പേരിലായിക്കോട്ടെ, ഭക്തിയുടെ പേരിലായിക്കോട്ടെ, എന്തിൻ്റെ പേരിലായിക്കോട്ടെ, നമ്മൾ ഉപയോഗിച്ചാൽ ആ പദങ്ങളെല്ലാം നമ്മളെ നിത്യനാശത്തിലേക്ക് നയിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ആവർത്തിച്ച് പദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് മാനസാന്തരം ഉണ്ടാക്കത്തില്ല, ദൈവവുമായിട്ടുള്ള ഐക്യവും ഉണ്ടാക്കിയില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ വെച്ച് പത്രോസിനുണ്ടായ ദർശനത്തെപ്പറ്റി പ്രസ്താവിക്കുന്നുണ്ട്. വിശന്നിരുന്ന പത്രോസിനെ ഒരു തളികയിൽ അനേക ജീവികൾ ദൈവം ഇറക്കി കൊടുത്തു.
ഇഷ്ടമുള്ളത് ഭക്ഷിച്ചോളാൻ പറയും. അപ്പോൾ പത്രോസ് പറയും, ഇല്ല, അശുദ്ധമായ ഒന്നും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് പറയും. അപ്പോൾ ഇത് ആവർത്തിക്കുന്നു. അപ്പം 10-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം പറയുന്നു, രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശദീകരിച്ചു, മലിനം നീ കണക്കാക്കരുത്. അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്? ഭക്ഷണസാധനത്തെ പറ്റിയാണോ പഠിപ്പിച്ചത്? അല്ല. 28-ാം വാക്യം, ഒരു മനുഷ്യനും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുത്, ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മൾ മറ്റൊരാളെയും അശുദ്ധനെന്ന് വിളിക്കാൻ പാടില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അശുദ്ധനെന്ന് വിളിക്കാൻ പാടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. നല്ല മനുഷ്യൻ നന്മ പുറപ്പെടുപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം വാക്യം, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുപ്പിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ പറ്റി തന്നെ മോശമായി ചിന്തിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആ രീതിയിലേ മുന്നോട്ട് പോകുകയുള്ളൂ. അങ്ങനെ മോശമായ രീതിയിൽ നമ്മൾ സംസാരിക്കുകയും അതേ രീതിയിൽ ജീവിക്കുകയും ചെയ്താൽ അന്ത്യവിധിയിൽ നമ്മൾ വിധിയാളന്റെ മുമ്പിൽ കുറ്റക്കാരനായി നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുന്നത് എന്ന്. മത്തായിയുടെ സുവിശേഷം 12-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വൃഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞു. അതായത് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് നമ്മൾ അതായിരിക്കും ജീവിക്കുക. നമുക്ക് ഒന്ന് സംസാരിക്കാനും മറ്റൊന്ന് ജീവിക്കാനും പറ്റിയില്ല. ഞാൻ പാപിയും ബലഹീനനും അയോഗ്യനും നീചനുമാണെന്ന് എന്നെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതം അപ്രകാരം തന്നെ ആകുകയുള്ളൂ. മറിച്ച് ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം വിശുദ്ധമാകണോ? വിശുദ്ധമായി ജീവിക്കണമെങ്കിൽ നമ്മളെപ്പറ്റി വിശുദ്ധമായി സംസാരിക്കാൻ നമ്മൾ തുടങ്ങണം. അപ്പോൾ ഒരു ചോദ്യം വരും, പത്രോസും പൗലോസും ഒക്കെ പാപിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? കണിശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ യഹൂദരുടെ ചിന്താഗതി മനസ്സിലാക്കണം. യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും അവർ ചിന്തിച്ചിരുന്നു. ആ ചിന്ത ഇപ്പോഴും ശരി തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ അവരുടെ ഉള്ളിലുള്ള ഉന്നത സ്ഥാനീയർ അവർ മാത്രമാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് കരുതിയിരുന്നു. ഉദാഹരണത്തിന് ഫരിശേയര്, നിയമജ്ഞര്, പുരോഹിതര്, ഇവരൊക്കെ ദൈവത്താൽ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും അതുകൊണ്ടാണ് അവർക്ക് സമ്പത്ത്, വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ, ആരോഗ്യം ഇതൊക്കെ ഉണ്ടെന്ന് അവർ കരുതിയിരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത താഴ്ന്ന വിഭാഗം, അതായത് താഴ്ന്ന ജോലി ചെയ്യുന്നവർ, വലിയ വിദ്യാഭ്യാസമില്ലാത്തവർ, സമ്പത്തില്ലാത്തവർ, രോഗമുള്ളവർ, വികലാംഗർ, ഇവരെയൊക്കെ അവർ പൊതുവെ വിളിച്ചിരുന്ന ഒരു പേരാണ് പാപികൾ. അതായത് സമൂഹത്തിലെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നവർ. അത് പാപം ചെയ്ത് ദൈവസന്നിധിയിൽ തെറ്റുകാരായതുകൊണ്ടുള്ള അനുതാപത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലായിരുന്നില്ല യഹൂദരുടെ ഇടയിൽ പാപി എന്നുള്ള പദത്തിൻ്റെ പ്രയോഗം. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ലൂക്കായുടെ സുവിശേഷം 5-ാം 8-ാം വാക്യം കാണാം. ശിമോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചു, ഒന്നും കിട്ടിയില്ല. ഈശോ പറഞ്ഞതനുസരിച്ച് ആഴത്തിലേക്ക് വലയിട്ടു, 2 വള്ളം നിറയെ മീൻ കിട്ടി. ഈ അത്ഭുതം കണ്ടപ്പോൾ ഇത് പ്രവർത്തിച്ച ആൾ ദൈവമാണെന്ന് പത്രോസിന് മനസ്സിലായി. അപ്പോൾ പത്രോസ് പറയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന്. വാസ്തവത്തിൽ അനുതാപം കൊണ്ടാണ് പത്രോസ് പറഞ്ഞതെങ്കിൽ ഈശോ അടുത്തു വരാൻ ആഗ്രഹിച്ചേനെ. പക്ഷേ എന്തുകൊണ്ട് അകന്നു പോകാൻ പറഞ്ഞു? കാരണം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എൻ്റെ മുഖം കാണുന്ന ഒരു മനുഷ്യനും ജീവിച്ചിരിക്കുകയില്ല. യഹൂദരുടെ ഇടയിലെ ഒരു ചിന്ത, ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ അത്ഭുതം പ്രവർത്തിച്ച് ഈശോ തൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പത്രോസ് മരിച്ചു പോകുന്നുള്ള ഭയമുണ്ടായിട്ടാണ് പത്രോസ് പറയുന്നത്, നീ എൻ്റെ അടുത്തുനിന്ന് അകന്നു പോകണമെന്ന്. ഞാൻ ഈ താഴ്ന്ന വർഗത്തിൽപ്പെട്ടവനാണ്, പാപിയാണെന്നാണ് ഈ പറയുന്നത്. അല്ലാതെ പത്രോസിൻ്റെ അനുതാപം ഉണ്ടായിട്ട് പാപങ്ങൾ ഏറ്റു പറയുന്ന അവസ്ഥയായിരുന്നില്ല ഇത്. ഇനി 1 തിമോത്തി 1:15, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. ഇത് പൗലോസ്ലീഹ പറയുന്നത് താൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള തൻ്റെ അവസ്ഥയെ പറ്റിയാണ്. ആ കാലഘട്ടത്തിലെ താൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു എന്നുള്ള ബോധ്യമുണ്ടായതിനു ശേഷം പറയുന്ന പ്രസ്താവനയാണ്. എന്നിട്ട് എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, അതായത് യേശുക്രിസ്തു എന്ന കാരുണ്യം ലഭിച്ചതിന് ശേഷം കഴിഞ്ഞ കാലത്തെപ്പറ്റി പറയുന്ന പ്രസ്താവനയാണിത്. ഇനി ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായി നിൽക്കാനേ എന്ന് പ്രാർത്ഥിച്ചു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ചുങ്കക്കാർ യഹൂദരുടെ ശത്രുക്കളായിട്ടാണ് അവർ കരുതിയിരുന്നത്. കാരണം ചുങ്കക്കാരൻ യഹൂദരിൽ നിന്നും ചുങ്കം പിരിച്ച് റോമൻ ഭരണാധികാരികൾക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് ചുങ്കക്കാർ യഹൂദരുടെ യഥാർത്ഥ ശത്രുക്കളാണെന്ന് അവർ കരുതിയിരുന്നു. അവരെയും പാപികളുടെ ഗണത്തിലാണ് പെടുത്തിയിരുന്നത്. ഈ നിലപാടിൽ നിന്നുകൊണ്ടാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം പാപത്തിൻ്റെ
ഏറ്റുപറച്ചിലാണെന്നോ മാനസാന്തരമാണെന്നോ ആരും കരുതേണ്ടതില്ല. അപ്പോൾ യഥാർത്ഥ പശ്ചാത്താപം എന്താണ്? അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് സമ്പത്തെല്ലാം വാങ്ങിക്കൊണ്ടുപോയി അതെല്ലാം ചെലവഴിച്ചു. അവസാനം പന്നി മേയ്ക്കുന്നവന്റെ ജോലിയിൽ പ്രവേശിച്ചു. പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതും കിട്ടാതെ വന്നപ്പോൾ 17-ാം വാക്യം നമുക്ക് കാണാം. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. ഇവിടെ അപ്പോൾ അവന് സുബോധം ഉണ്ടായി. അതായത് സുബോധം ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിച്ചു. 2, അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. അവന് സുബോധം ഉണ്ടായപ്പോൾ, അവൻ യഥാർത്ഥ പശ്ചാത്താപം ഉണ്ടായപ്പോൾ അവൻ ആദ്യം ചിന്തിക്കുന്നത് പിതാവിനെ പറ്റിയാണ്. രണ്ടാമതാണ് അവൻ അവനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. പാപാവസ്ഥയിലെ എൻ്റെ തകർച്ചയിലെ ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുന്നതല്ല മാനസാന്തരവും പശ്ചാത്താപവും. എൻ്റെ തകർച്ചയിൽ, എൻ്റെ പാപാവസ്ഥയിൽ ഞാൻ ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും പറ്റി ചിന്തിക്കുന്നതാണ് പശ്ചാത്താപം, മാനസാന്തരം. ഇനി അടുത്തെന്താണ്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. കണ്ടോ, തിരിച്ച് പിതാവിലേക്ക് പോകാനുള്ള ആഗ്രഹം. എന്നിട്ട് വീണ്ടും പറയുന്നു, ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ധൂർത്തപുത്രൻ ഒരു പ്രാവശ്യം പോലും ഞാൻ പാപിയാണെന്ന് പറയുന്നില്ല. അവൻ പറയും, ഞാൻ പാപം ചെയ്തു. പക്ഷേ കാരണം അവൻ പിതാവിൻ്റെ മകനാണെന്നുള്ള കാര്യം അവൻ മറക്കുന്നില്ല. പിതാവിനോട് സ്വത്ത് മുഴുവൻ വാങ്ങി ബന്ധം പിരിച്ചു പോയിരുന്നവനാണ്. പക്ഷെ ഇപ്പോൾ അവൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് എപ്പോഴും ഓർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാവാവസ്ഥയിൽ, നമ്മുടെ തകർച്ചകളിൽ നമ്മൾ ദൈവത്തെ പറ്റിയും ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയും കരുതലിനെ പറ്റിയും ചിന്തിക്കുന്നതാണ് നമുക്ക് പശ്ചാത്താപവും മാനസാന്തരവും ഉണ്ടാക്കുന്നത്. മറിച്ച് നമ്മുടെ തകർച്ചകളെ പറ്റി, നമ്മുടെ പാവാവസ്ഥയെ പറ്റി ആവർത്തിച്ച് ചിന്തിക്കുന്നത് ഒരിക്കലും രക്ഷാകരമല്ല. അത് നമ്മുടെ നാശത്തിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇനിയും വെളിപാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യം, അതായത് ബൈബിളിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമാണിത്. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ, പാപക്കറകൾ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശദീകരിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ 2 വഴികളുണ്ട്, ജീവന്റെ വഴി, മരണത്തിൻ്റെ വഴി. ഒന്നുകിൽ നമുക്ക് ദൈവം തന്ന മഹനീയമായ ഉന്നതമായ പദവികളനുസരിച്ച് ദൈവസന്നിധിയിൽ വ്യാപരിക്കാം, ദൈവവുമായി ബന്ധപ്പെടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തിന് കൃപയും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് വളരെ മഹനീയമായ ജീവിതം ജീവിക്കാം. അല്ലെങ്കിൽ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത സമൃദ്ധമായ ജീവിതം അനുഭവിക്കാൻ പറ്റും. മറിച്ചാണ് എങ്കിൽ അത് ഓരോരുത്തരുടെയും സ്വന്തം ചോയ്സാണ്. അതിന് തക്കതായ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. ആരെങ്കിലും ജീവന്റെ പാത തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കത്തോലിക്കൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും ആശ്രയിക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളുടെയും ഏക സ്രോതസ്സായി വിശുദ്ധ കുർബാനയെ കാണുക. വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലാതെ മറ്റനുഗ്രഹങ്ങൾ തേടി പോകാതിരിക്കുക. ദിവസേനയും നമ്മൾ കർത്താവിനോട് മല്ലിട്ട് ചോദിക്കണം, എനിക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന്, എൻ്റെ ഇടവക ദേവാലയത്തെ മധുവായിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് ലഭിക്കണം. അവിടെ നിന്ന് ലഭിക്കാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമത്, പരിശുദ്ധ കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ. കുമ്പസാരം എപ്പോഴും കുമ്പസാരം നടത്തി പാപം ചെയ്യാനുള്ള ഒരു കൂദാശയല്ല. നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ പാപം ചെയ്തു പോയാൽ യോഗ്യതയോടുകൂടി പരിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുക. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ലത് യാമപ്രാർത്ഥനകളാണ്. യാമപ്രാർത്ഥന ലഭിക്കാത്തവർക്ക് കർത്തൃപ്രാർത്ഥന ചെല്ലാവുന്നതാണ്. അതെന്താണെന്ന് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ദൈവവചനം, സുവിശേഷത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു സംഭവം, ഒരു ഉപമ എന്തെങ്കിലും വായിച്ച് എല്ലാ ദിവസവും ധ്യാനിക്കുവാൻ നമ്മൾ ശീലമാക്കണം. അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മൾ തയ്യാറാകണം. ഇനി വിശ്വാസ പ്രമാണം നമ്മൾ വെറുതെ ചൊല്ലിയാൽ പോരാ, അത് ധ്യാനിക്കണം, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന സഭ നമുക്ക് നൽകുന്ന ഏറ്റവും മഹനീയമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. നമ്മൾ ചെല്ലുന്ന 100 കണക്കിനോ 1000 കണക്കിനോ മധ്യസ്ഥ പ്രാർത്ഥനകളൊന്നും ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമാകുകയില്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അവസാനമായി ത്രിത്വസ്തുതി, ഏറ്റവും നല്ല സ്തുതിപ്പാണ് ത്രിത്വസ്തുതി. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്, ആവർത്തിച്ച് പറയുന്നത് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. ഇനിയും എന്താണ് കർത്തൃക്കൊന്ത? ആദിമ സഭയിലെ കൊന്ത നമസ്കാരം തുടങ്ങിയത് യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു.
150 സങ്കീർത്തനങ്ങൾക്ക് പകരമായിട്ട് അവർ 150 സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലിയിരുന്നു. 150 സ്വർഗസ്ഥനായ ചെല്ലുവാൻ അവർ കയറിലും ചരടിലും കെട്ടുകൾ കെട്ടി മാലയുണ്ടാക്കി. ആ മാലയ്ക്കാണ് അവർ കൊന്ത എന്ന് വിളിച്ചത്. അരമായ ഭാഷയിൽ കൊന്ത എന്ന വാക്കിൻ്റെ അർത്ഥം റിക്കളക്റ്റ്, ഓർമ്മിക്കുക എന്നാണ്. അങ്ങനെ എണ്ണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കൊന്ത. ഈ കൊന്ത 12-ാം നൂറ്റാണ്ട് അവസാനം വരെ നിലനിന്നിരുന്നു. പിന്നീടാണ് മാതാവിൻ്റെ കൊന്ത വന്നതിന് ശേഷം സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള കൊന്ത നമ്മൾക്ക് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. ഏതായാലും ഈ കർത്തൃകൊന്ത ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടീമാണ് ടീം മിഷൻ 2K33. ഇവർ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. അതായത് ക്രിസ്തു രാജ സന്ദേശം 2033 ലോകമെമ്പാടും എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവർ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള ക്രിസ്തുരാജ പള്ളികളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവർ റാലികൾ നടത്തുകയും തെരുവോരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നുള്ള സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ഇവരുടെ വീക്കിലി സമ്മേളനങ്ങളിലും ഇവരുടെ യാത്രകളിലുമൊക്കെ ഇവരുപയോഗിക്കുന്നത് ഈ കർത്തൃക്കൊന്തയാണ്. ഇത് മംഗലവാർത്ത മുതൽ അന്ത്യവിധി വരെയുള്ള മിശിഹാ രഹസ്യങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള കൊന്തയാണ്. അതോടൊപ്പം വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനാവേ, ത്രിത്വസ്തുതി ഇവ ചേർത്തുണ്ടാക്കിയ മനോഹരമായ ഒരു കൊന്തയാണ്. ഇത് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വേണ്ടവർ ഈ ടീം മിഷനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ID യിലോ ഫോണിലോ ബന്ധപ്പെടുക. അവസാനമായി എനിക്ക് പറയാനുള്ള ഉത്തരമാണ്, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ കൂടി നമ്മളെ കാണണം. ദൈവം നമുക്ക് തന്ന ഉന്നതമായ പദവികൾ ഉപയോഗിച്ച് നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കും. നമ്മൾ ശാരീരികവും മാനസികവും സാമ്പത്തികമായ തകർച്ചകളെ അതിജീവിച്ച് യേശു വാഗ്ദാനം ചെയ്ത സമൃദ്ധമായ ജീവിതത്തിന് അവകാശികളാകും. അങ്ങനെ സമൃദ്ധമായ ഒരു ജീവിതം ആസ്വദിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.